ഇന്നൊരു സ്നാക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ണൂരപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ണൂരപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു കപ്പിനായിട്ടാണ് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത്. ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഒരു 8 മണിക്കൂർ നല്ലതുപോലെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത് നമുക്ക് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ അരിയെടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇപ്പം 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ബാറ്റർ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിക്കാവാനും പാടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 8-9 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 9 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ചുട്ടെടുക്കുന്ന തൊട്ട് മുന്നേ വേണം ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ അപ്പം ചുടുന്ന ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് മുന്നേ ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിലാട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് മാവ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ കുഴിയിലും മാവ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ ആദ്യം മാവ് ഒഴിച്ച കുഴിയിലെ ഓരോ അപ്പങ്ങളും പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ മുകൾ ഭാഗം ഒരു വൈറ്റ് കളറും താഴ്ഭാഗം നല്ല ബ്രൗൺ ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗം ഒരു വൈറ്റ് കളറും അടിഭാഗം നല്ല ബ്രൗൺ നിറത്തിലാട്ടോ ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്.